നമസ്കാരം. സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷൻ അൺവീൽ ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ 3rd ജനറേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. സ്വിഫ്റ്റിൻ്റെ 3rd ജനറേഷൻ എന്ന് പറയുന്ന വാഹനമാണോ ബെറ്റർ, അല്ലെങ്കിൽ 4th ജനറേഷൻ എന്ന് പറയുന്ന പുതിയ മോഡലാണോ ബെറ്റർ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോണ്ടന്റ് റിലവൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ആ അഭിപ്രായത്തിലൂടെയാണ് നമ്മുടെ ചാനൽ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ കോണ്ടന്റിലേക്ക് കടക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ പുതിയ വാഹനം, അതായത് 4th ജനറേഷനും പഴയ വാഹനമായിട്ടുള്ള 3rd ജനറേഷനും തമ്മിൽ എക്സ്റ്റീരിയറിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് സബ്ജക്റ്റീവാണ്. ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ് ഓരോ വാഹനത്തിൻ്റെയും എസ്തെറ്റിക് സെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ മോഡൽ എന്ന് പറയുന്നത് 3rd ജനറേഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3845 മില്ലിമീറ്ററാണ്. പുതിയ വാഹനത്തിൻ്റെ ലെങ്ത്ത് 3860 മില്ലിമീറ്ററാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 15 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ 15 മില്ലിമീറ്റർ ലെങ്ത്ത് കൂടുതൽ പുതിയ വാഹനത്തിനാണ് എന്ന് നമുക്ക് തോന്നും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈനും ബാക്കിൽ ബമ്പറിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 15 മില്ലിമീറ്റർ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളാണ്. നമ്മൾ വിഡ്ത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ ഒരു വാഹനത്തെ സിറ്റി കാർ എന്നുള്ള രീതിക്ക് ഒരുപാട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സിറ്റി ട്രാഫിക്കിൽ ഈസി ആയിട്ട് മെനൂവർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത്തരം വിഡ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വിഡ്ത്തിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനവും സെയിം ആണ്. പഴയ വാഹനവും പുതിയ വാഹനവും 1735 മില്ലിമീറ്ററാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും വിഡ്ത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഹൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനത്തിന് 1530 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ 10 മില്ലിമീറ്റർ കുറവാണ് 4th ജനറേഷൻ സ്വിഫ്റ്റ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 1520 മില്ലിമീറ്ററാണ് പുതിയ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി വീൽ ബേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് ബാക്കിലെ യാത്ര അല്ലെങ്കിൽ ബാക്കിലെ സീറ്റിലെ ലെഗ് റൂമും അതുമാത്രമല്ല തൈ സപ്പോർട്ടിനെയൊക്കെ നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം വീൽ ബേസ് ആണ്. അപ്പോൾ വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ്. 2450 മില്ലിമീറ്ററാണ് പഴയ വാഹനത്തിൻ്റെ വീൽ ബേസും പുതിയ വാഹനത്തിനും സെയിം വീൽ ബേസ് തന്നെയാണ്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടും. അതുമാത്രമല്ല 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് രണ്ട് വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. അലോയ് വീൽസിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പുതിയ മോഡൽ വരുമ്പോൾ 16 ഇഞ്ച് ആകും എന്നുള്ളതാണ്. പക്ഷേ അത് വന്നില്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ബലീനോയിൽ വരെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഈ 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് രണ്ട് വാഹനത്തിലും. അപ്പോൾ 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടറിയേണ്ടതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വാഹനത്തിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈനാണ്. കുറച്ചും കൂടെ ഒതുങ്ങി നിൽക്കുന്നൊരു ഡിസൈനാണ്. എക്സ്പെഷ്യലി ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ ആ ഒരു DRL ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാലജൻ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് മാത്രമല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് മസ്തറാട്ടിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഏകദേശം അതിനോടൊന്ന് കമ്പയർ ചെയ്തതേ ഉള്ളൂ. എന്നാലും അത്രത്തോളം വരില്ല. എന്നാലും ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രില്ലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോഗ് ലാമ്പ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പല വാഹന നിർമ്മാണ കമ്പനികളും ഫോഗ് ലാമ്പ് ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റയാണെന്നുണ്ടെങ്കിലും വെന്യൂലൊക്കെ ഫോഗ് ലാമ്പൊക്കെ ഹ്യുണ്ടായി എടുത്തു കളയുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പഴയ വാഹനത്തിൽ നിന്നും പുതിയ വാഹനത്തിൻ്റെ ആ ഒരു എസ്തെറ്റിക് സെൻസ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് മാത്രമല്ല ബാക്കിൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബൂമറാം കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത ഇംഗ്ലീഷിലെ C ആൽഫബറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബ്രേക്ക് ലൈറ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതെല്ലാം സബ്ജക്റ്റീവാണ്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനം കുറച്ചും കൂടെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വാഹനം കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് എന്ന് പറയുന്നത് രണ്ട് വാഹനത്തിലും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് പുതിയ എഞ്ചിൻ വരുന്നു എന്നുള്ളതാണ്. പുതിയ എഞ്ചിൻ വരുന്നു എന്നുള്ളതല്ല, പുതിയ എഞ്ചിൻ വന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ സെയിം ആണ്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് പുതിയ വാഹനത്തിൽ ഇൻറ്റീരിയറിൽ വ്യത്യാസങ്ങൾ വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഫാബ്രിക് ക്വാളിറ്റി എല്ലാം ആസച്ച് സെയിം തന്നെയാണ്. എന്നാൽ 9 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല പഴയ വാഹനത്തിൽ നോർമലായിട്ടുള്ള സ്പീക്കേഴ്സ് കൊടുത്തപ്പോൾ ഇപ്പോൾ ആൽക്കമീസിൻ്റെ സ്പീക്കർ സിസ്റ്റം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്കിലേക്ക് AC
AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ വയർലെസ് ചാർജർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്കാണ് വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പഴയ വാഹനത്തിൻ്റെ വില ഓൾറെഡി ഒരാഴ്ച മുമ്പ് കൂട്ടി വെച്ചിട്ട്, അതായത് പുതിയ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് പഴയ സ്വിഫ്റ്റിൻ്റെ വില 25,000 രൂപ അങ്ങ് കൂട്ടി വെച്ചു. എന്നിട്ട് പുതിയ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ വീണ്ടും ഒരു 25,000 ഇതിൽ നിന്നും കൂട്ടി വെച്ചു. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയുടെ ഡിഫറൻസ് ബേസ് മോഡലിൽ തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തെടുത്ത് പറയും, അത് അറിയാത്തവർ അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. മാരുതിയുടെ ഈ ഇത്തരത്തിലുള്ള വില കൂട്ടി വയ്ക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ജിംനി ഒരു പാഠമാക്കിയിട്ട് മാരുതി ഇതുവരെ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ എൻജിൻ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതായത് ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കെഫെ നോംസ്, അതായത് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി നോംസ് ഒക്കെ വരുന്നുണ്ട്, BS7 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എൻജിൻ 3 സിലിണ്ടർ ആക്കി എന്ന് പറയുമ്പോൾ 3 സിലിണ്ടർ എൻജിൻ അത്യാവശ്യം കോസ്റ്റൊക്കെ വളരെ കുറവാണ്. 4 സിലിണ്ടറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 3 സിലിണ്ടറിന് കോസ്റ്റ് കുറവാണ്. അങ്ങനെ ഒരു കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടും ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോലും പ്രൈസിൽ ആ ഒരു കുറവ് കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പഴയ വാഹനത്തിൽ K12N എന്ന് പറയുന്ന വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള മാരുതിയുടെ 4 സിലിണ്ടർ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പുതിയ വാഹനത്തിൽ Z സീരീസിൽ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവറിൽ ഡിപ്പുണ്ട്. അതായത് പഴയ വാഹനത്തിൽ 89 BHP ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 6000 RPM, അപ്രോക്സിമേറ്റ്ലി ഒരു 5900, 5800, 6000 RPMനുള്ളിൽ ആ ഒരു BHP വണ്ടിക്ക് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഞ്ചിന് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനത്തിൽ, അതായത് 3rd ജനറേഷൻ സ്വിഫ്റ്റിൽ 113 Nm ടോർക്കായിരുന്നു. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 4100 RPMലൊക്കെയാണ് ജനറേറ്റ് ചെയ്തത്. 4000 RPMൽ എന്തായാലും ആ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വാഹനത്തിൻ്റെ ഹൈ എൻഡ് പെർഫോമൻസ് ഒക്കെ വളരെ വളരെ കൂടുതലാണ്. ലോ എൻഡും അതുപോലെ മിഡും കുറച്ച് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പോലും അത്രമേൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതാണ് ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടായെന്നേ നമ്മളറിയില്ല. അത്രമേൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാൻ വീണ്ടും എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ മികച്ച എഞ്ചിൻ തന്നെയാണ്. ഫ്യൂവൽ എഫിഷ്യൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനം 22.35 കിലോമീറ്ററാണ് കൊടുത്തിരുന്നത്. അത് മാനുവൽ ട്രാൻസ്മിഷനിലാണ്. 22.56 ആയിരുന്നു AMT ട്രാൻസ്മിഷനിൽ അവർ കൊടുത്തിരുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത്. പഴയ വാഹനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പഴയ എഞ്ചിൻ്റെ കാര്യം, അതായത് K12N എന്ന് പറയുന്ന എഞ്ചിൻ. പക്ഷേ Z സീരീസ് എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ നല്ല വൈബ്രേഷനുള്ള നല്ല സൗണ്ടുള്ള എഞ്ചിനാണ്. ആ ഒരു കാര്യം എടുത്തു പറയണം. ഇവിടെ പവർ കുറഞ്ഞിട്ടുണ്ട്. 89 BHP ആയിരുന്നു ജനറേഷൻ 3ലെങ്കിൽ ഇവിടെ 80.46, അപ്രോക്സിമേറ്റ്ലി 81 എന്ന് നമുക്ക് പറയാം. അത് ജനറേറ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി 5700 RPMലാണ്. അപ്പോൾ 5700 RPMൽ 80 BHP ഒക്കെയാണ് മാക്സിമം, അല്ലെങ്കിൽ 81 എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 80.46, അതായത് 81 BHP എന്നങ്ങ് പറയാം അപ്രോക്സിമേറ്റ്ലി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത് മാത്രമല്ല ടോർക്കിലേക്ക് വരുമ്പോഴും നല്ല ഡിപ്പുണ്ട്. 111.7 Nm ടോർക്കാണ്. അത് 4300 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പവറിൽ കുറവുണ്ട്, ടോർക്കിൽ കുറവുണ്ട്. മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട്. ഒബ്വിയസ്ലി ഈ പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ ആകുമ്പോൾ കുറച്ച് മൈലേജ് ലഭിക്കും. കാരണം അൺഈവനായിട്ടുള്ള ഒരു സിലിണ്ടർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്തതിൻ്റെ പ്രശ്നം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു നോയ്സ് എന്തായാലും ആ ഒരു എഞ്ചിനുണ്ട്. ലോ എൻഡും മിഡ് എൻഡും വളരെ നല്ല പ്രകടനമാണ് എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഒരു സിറ്റി കാർ എന്നുള്ള രീതിക്കാണ്. അതായത് നമ്മൾ അധികം കാല് കൊടുക്കാതെ തന്നെ പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നു. ഇവിടെ അവർ എടുത്തു പറയുന്നത് മൈലേജാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനിൽ 24.8 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് MT ആണ്. 25.75 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പം വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്, പിന്നിലേക്ക് AC വെൻറ്റ് വന്നിട്ടുണ്ട്, 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡാണ് 6 എയർ ബാഗ്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ABS, EBD, ESP, 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റിൻ്റെ അത്തരത്തിലുള്ളൊരു സേഫ്റ്റി പ്രിക്കോഷനൊക്കെ കമ്പനി എടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ആകെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ സ്വിഫ്റ്റും പുതിയ സ്വിഫ്റ്റും, അതായത് 3rd ജനറേഷനും 4th ജനറേഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എഞ്ചിനാണ് ഒരു വാഹനത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം. എഞ്ചിനും ഗിയർ ബോക്സും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മികച്ചൊരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് K12N എന്ന് പറയുന്ന എഞ്ചിൻ എപ്പോഴും ഉയർന്നു നിൽക്കും. അത് നിങ്ങൾ 2 വണ്ടി ഒന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ 4 സിലിണ്ടർ എഞ്ചിൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത്, അതായത് പുതിയ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 6,49,000 മുതൽ 9.5 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്
ഓവർ പ്രൈസ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു വാഹനം ഒരു 6 ലക്ഷം രൂപ ബേസ് പ്രൈസ് ഒക്കെ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ പോലും ആളുകൾ അങ്ങനെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിനാണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു വിലക്കുറവ് അവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ ഈ BS7 വരുന്നു അല്ലെങ്കിൽ കഫേ നോംസിനെ മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിനേക്കാളൊക്കെ ഉപരി ഈ എൻജിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് HEV ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ്. അതായത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി പതുക്കെ ബലീനോയിലും ഫ്രോങ്സിലും ഇതുപോലെ തന്നെ ഇഗ്നിസിലൊക്കെ ഈ ഒരു സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എൻജിൻ വരും. മാസമായിട്ട് എൻജിൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഗുജറാത്തിലെ പ്ലാന്റിലാണ് മാരുതി ഈ ഒരു എൻജിൻ അസംബിൾ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു എൻജിൻ മാരുതിയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് ഈ രണ്ട് വാഹനങ്ങളുടെ ഒരു കമ്പാരിസനാണ്. അതായത് 3rd ജനറേഷൻ സ്വിഫ്റ്റും 4th ജനറേഷൻ സ്വിഫ്റ്റും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻജിൻ വൈസും ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള നിങ്ങൾ കുറച്ച് സേഫ്റ്റി സൈഡിനകത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പുതിയ ജനറേഷൻ സ്വിഫ്റ്റിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും എൻജിൻ എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 22.35 മാനുവലിൽ K12N എന്ന് പറയുന്ന എൻജിൻ സ്വിഫ്റ്റിൽ ഓഫർ ചെയ്യുന്ന മൈലേജ്. പക്ഷേ ഇവിടെ 24.8 പുതിയ വാഹനത്തിൽ, അതായത് സെറ്റൽ എന്ന് പറയുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ സെറ്റൽ എന്ന് പറയുന്ന എൻജിൻ വെച്ചിട്ടുള്ള 4th ജനറേഷൻ എന്ന് പറയുന്ന വാഹനത്തിൽ കമ്പനി ഓഫർ ചെയ്യുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ എന്നുള്ള രീതിക്ക് എപ്പോഴും 3rd ജനറേഷൻ സ്വിഫ്റ്റ് ഒരു പടി ഉയർന്നു നിൽക്കുകയാണ്. എന്നാലും 4th ജനറേഷൻ സ്വിഫ്റ്റ് ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വിയോജിപ്പുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എല്ലാവിധ ബഹുമാനത്തോടു കൂടി മാത്രമായിരിക്കും നിങ്ങളുടെ കമൻറ്റിനെ കാണുന്നത്. അപ്പോൾ നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.